15 ദിവസത്തെ സമാധാനത്തിന് ശേഷം ഇറാനിൽ വീണ്ടും അമേരിക്ക ആക്രമണ പരമ്പര തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ സൗദി കൂടി അമേരിക്കയ്ക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങൾ മാറുന്നു, ആക്രമണ രീതികൾ പലതരത്തിലാകുന്നു. അതുമാത്രമല്ല, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. വിശദമായി തന്നെ ഈ വാർത്ത ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഗൾഫിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്ന് വിശദീകരണം. ഇനി അമേരിക്കയുടെ ഊഴമെന്ന് ട്രംപ്. പലയിടത്തും സ്ഫോടനമുണ്ടായെന്ന ഇറാനിയൻ മാധ്യമങ്ങൾ. ബുഷേറിലും ഖേഷം ദ്വീപിലും മിസൈൽ വീണു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും സൗദി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും നേരെ വ്യാപക ആക്രമണ ശ്രമങ്ങൾ. ജോർദാനിലെ US സൈനിക താവളമായ മുവഖഫ് സൽത്തി വ്യോമത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ശ്രമം US സേന തകർത്തു. മേഖലയിൽ അമേരിക്കൻ സേനയുടെ ഉയർന്ന ജാഗ്രത. പാക് അധിനിവേശ കശ്മീരിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ജനരോഷം രൂക്ഷം. സൈന്യവും പാക് ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധം. പാക് സൈന്യം വെടിവെച്ചു കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വരും 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ഒറ്റപ്പെട്ട മറ്റിടങ്ങളിലും മഴയ്ക്കു സാധ്യത. ശക്തമായ കാറ്റുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. രാവിലെ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും. കൽപ്പറ്റയിലും ടൗൺഷിപ്പിൽ നിന്ന് പ്രത്യേക ബസ് സർവീസ്. ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ, മറുവശത്ത് ലഹരി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വിളിപ്പുറത്തെത്തിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ സുലഭം. ആവശ്യക്കാരിലേറെയും കുട്ടികൾ. ന്യൂസ് 18 അന്വേഷണം. VD സതീശൻ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് തലസ്ഥാനത്ത്. യോഗം രാവിലെ 11-ന് ക്ലിഫ് ഹൗസിൽ. ബോർഡ്, കോർപ്പറേഷൻ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികളിൽ തീരുമാനമുണ്ടാകും. തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയേക്കും. ബ്രാൻഡ് മൂല്യത്തിൽ കുതിച്ചുകയറി IPL. 14% വർധനയോടെ 1.97 ലക്ഷം കോടി മൂല്യം. ആദ്യമായി മൂല്യം $20 മില്യൺ കടന്നു. ടീമുകളിൽ RCB മുന്നിൽ 2983 കോടി. മുംബൈ രണ്ടാമത് 2525 കോടി മൂല്യം. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. മുംബൈയിലെ വർസോവയിൽ ആഡംബര വസതി വാങ്ങി. 18.29 കോടി മൂല്യമുള്ള 2644 സ്ക്വയർ ഫീറ്റ് വീട് കോഹ്ലിയും അനുഷ്കയും സ്വന്തമാക്കി. 2024 മുതൽ കോഹ്ലി ലണ്ടനിൽ താമസം. വേൾഡ് കപ്പ് ഔദ്യോഗികമായി വിൽപ്പനയ്ക്ക് വെച്ച് ഫിഫ പ്രസിഡന്റ്. ലക്ഷ്യം 40,000 കോടി. വാങ്ങാൻ പ്രധാനമായി രംഗത്തുള്ളത് ട്രംപിന്റെ അടുത്ത ബന്ധു. വിമർശനവുമായി യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫ അതിരുകൾ ലംഘിക്കുകയാണെന്ന് യുവേഫ. യൂറോപ്പിന് ശാപമായി കാട്ടുതീ പടരുന്നു. കുടുങ്ങിയ 2 ഗ്രീക്ക് അഗ്നിശമന സേനാംഗങ്ങൾ മരിച്ചു. നിരവധി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു. സ്പെയിനിലും ഫ്രാൻസിലും വേനൽക്കാലത്തിലെ 4ാമത്തെ ഉഷ്ണതരംഗം. ഗ്രീസിലും ഈജിയൻ കടലിലെ പരോസ്, ലെസ്ബോസ് ദ്വീപുകളിലും കാട്ടുതീ പടരുന്നു. ടെലഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച റഷ്യ. ഭീകരവാദത്തെ സഹായിച്ചുവെന്ന ആരോപണം. ദുറോവിനെ അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. റഷ്യയിൽ ടെലഗ്രാമിന് നിയന്ത്രണം.
നമുക്ക് ആദ്യം യുദ്ധവാർത്തകളിലേക്ക് തന്നെ പോകണം. പ്രധാനമായും വലിയ തോതിലുള്ള മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. അതിൽ ഞങ്ങൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നും അതിശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നും ട്രംപ് ഫോക്സ് ന്യൂസിനോട് അഭിമുഖം നൽകിയിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജോർദാനിലെ സൈനിക താവളം, US സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ഒപ്പം ഇറാഖിലും മറ്റുമുള്ള ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അത് ലോകത്തിലെ ക്യാൻസറാണ് എന്നും ട്രംപ് പറയുകയാണ്. ഇറാൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെ സൗദിയും അമേരിക്കയും ചേർന്ന് മിന്നൽ വ്യോമാക്രമണമൊക്കെ നടത്തിയതിൻ്റെ പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ വിമർശനം. ഇതിനുശേഷം അതിശക്തമായ സൈനികാക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് സംഭവിക്കുകയാണ്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയേറ്റയിൽ ഉണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത്. തനിക്ക് ഔദ്യോഗിക വിശദീകരണമുണ്ടെന്നും കാര്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുമ്പോഴാണ് അതിരൂക്ഷമായ ഭാഷയിൽ ട്രംപിന്റെ പ്രതികരണം ഇറാനെതിരെ. വലിയ തോതിൽ കടുത്ത പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പോൾ വലിയ ആക്രമണം ഉണ്ടാകുന്നത്. തങ്ങളുടെ ഊഴമാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വലിയ സ്ഫോടനങ്ങൾ തെക്കൻ ഇറാനിലടക്കം സംഭവിക്കുന്നത്. ബുഷേർ പ്രവിശ്യയിലും ഖേഷൻ ദ്വീപിലും മിസൈൽ പതിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. VR കാർത്തിക് ശരിയാണ്. കാർത്തിക്, ഒരിടവേള അത് ട്രംപ് കാത്തുവച്ചിരുന്നു. അതിനുശേഷം ഇറാന്റെ പ്രകോപനമാണ് സംശയമില്ല ഇത്തവണ. തുടർച്ചയായ ആക്രമണങ്ങൾ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ എന്താണ്? ജനവാസ മേഖലകളിലടക്കം മിസൈലുകൾ പതിക്കുന്നുണ്ടോ? പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്ര രൂക്ഷമായ ഒരു വ്യോമാക്രമണം അമേരിക്ക ഇറാന് നേരെ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനവാസ മേഖലയിലടക്കം ഖേഷം ദ്വീപിൽ ജനവാസ മേഖലയിലടക്കം അതിശക്തമായ വ്യോമാക്രമണമാണ് ഉണ്ടായത്. ഇതിൽ പല കെട്ടിടങ്ങളും തകർന്നു. ഈ കെട്ടിടങ്ങൾക്കിടയിൽ ചിലർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 2 പേരെ രക്ഷപ്പെടുത്തിയതായും മറ്റുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നതായും ഉള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. കുട്ടികളടക്കം ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന റിപ്പോർട്ടുകളും ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. എന്തായാലും പ്രാദേശിക സമയം പുലർച്ചെ 5:30 കൂടിയാണ് അമേരിക്ക അതിശക്തമായ വ്യോമാക്രമണം തെക്കൻ ഇറാൻ കേന്ദ്രീകരിച്ച് വിവിധ നഗരങ്ങളിൽ നടത്തിയത്. വിവിധ ചെറുദ്വീപുകളിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം അതിശക്തമായ വ്യോമാക്രമണം. ഇപ്പോൾ സെൻട്രൽ കമാൻഡിൻ്റെ ട്വീറ്റ് വന്നിരിക്കുന്നു. 2 മണിക്കൂറോളം നീണ്ട ഈ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് US സെൻട്രൽ കമാൻഡ് ഇത്ര ശക്തമായ വ്യോമാക്രമണം ഇറാനുമേൽ നടത്തുന്നത്. ഇതിന് പ്രകോപനമായത് കഴിഞ്ഞ ദിവസം ഇറാൻ മധ്യേഷ്യയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണമാണ്. പ്രത്യേകിച്ച് ജോർദാനിലും ഈജിപ്തിലും. ജോർദാനിൽ US എയർബേസിന് നേരെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. അതിനോടൊപ്പം തന്നെ ഈജിപ്തിലും സമാനമായ ആക്രമണമുണ്ടായി. ഈജിപ്തിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഗ്യാസ് സംഭരണശാലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. മാത്രമല്ല 2 കപ്പലുകൾക്ക് നേരെയും സമാനമായ ആക്രമണം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ശക്തമായ നടപടി സ്വീകരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ജോർദാനിലും ഈജിപ്തിലും ഉണ്ടായ ആക്രമണമാണ് വലിയൊരു പ്രത്യാക്രമണത്തിന് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. എന്തായാലും അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ 2 മണിക്കൂറുകളിൽ 5:30 മുതൽ 7:30 വരെ ഇറാന്റെ പ്രാദേശിക സമയം 5:30 മുതൽ 7:30 വരെ അവിടെ. അമേരിക്കയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, സൗദി എണ്ണ നിലയങ്ങൾ, വ്യാപക ആക്രമണ ശ്രമം ഉണ്ടാകുന്നു. ജോർദാനിലെ US സൈനിക താവളമായ മുഹഫഫ് സൽത്തി വ്യോമത്താവളത്തിന് നേരെ പുലർച്ചെ ആക്രമണം ഉണ്ടാകുന്നു. ബാലിസ്റ്റിക് മിസൈൽ ശ്രമം US സേന തകർക്കുന്നു. മധ്യ പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മുഴുവൻ മിസൈലുകളും തകർത്തുവെന്ന് US പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചാണ് തകർത്തുവെന്ന് US പറയുന്നു. ജോർദാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കാർത്തിക്, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ആക്രമണങ്ങളൊക്കെ അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. സംശയമില്ല. മിസൈലുകൾ പൂർണ്ണമായും തടഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും ചില കേന്ദ്രങ്ങളിലെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമേരിക്ക താൽക്കാലികമായി ഒരു നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി താൽക്കാലികമായെങ്കിലും ആക്രമണം അവസാനിപ്പിച്ചത്. അതിനുശേഷം 5 ദിവസം കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം
ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രകോപനം ഉണ്ടാകുന്നത്. ട്രംപുമായി മാധ്യമപ്രവർത്തകർ നടത്തിയ ആശയവിനിമയത്തിൽ ആ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഈജിപ്തിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് കൃത്യമായ മറുപടി ട്രംപ് നൽകുന്നില്ല. അതായത് ഈജിപ്തിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് വ്യോമാക്രമണത്തിൽ, പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് സംഭരണശാലയിലടക്കം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതുകൂടിയാണ് അമേരിക്കയെ ശക്തമായി പ്രകോപിപ്പിച്ചത്. അതുതന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു US സെൻട്രൽ കമാൻഡ് ഈ ആക്രമണം ആരംഭിച്ചതായി ട്വീറ്റിൽ സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇറാൻ്റെ വിവിധ മേഖലകൾ, നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കേഷും ദ്വീപിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അബു മുസ, കിഷ് അടക്കമുള്ള നഗരങ്ങളിലും വലിയ ആക്രമണം ഉണ്ടായി. ഇറാൻ്റെ ഏക ആണവോർജം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ബുഷേർ. അവിടെയും ആക്രമണം ഉണ്ടായി. പല സ്ഥലങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു എന്നും ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചു എന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും IRGCയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അതായത് അമേരിക്ക എത്രത്തോളം ആക്രമണം തുടരുന്നു അത്രത്തോളം കാലയളവിൽ തന്നെ പ്രതിരോധവും തുടരും. ഭീഷണിയുടെ സ്വരം വേണ്ട, ശക്തമായ തിരിച്ചടി തന്നെ നൽകാൻ തയ്യാറാണ്. അതായത് ഒരു പ്രകോപനപരമായ സമീപനം തന്നെയാണ് IRGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതിനോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് US മറുപടി നൽകുന്നത്. എന്തായാലും നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമായി തുടരുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ ആക്രമണം പല അന്താരാഷ്ട്ര മാധ്യമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് 13 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന് സമാനമായ ഒരു ആക്രമണമാണ് രാവിലെ 2 മണിക്കൂർ US നടത്തിയത് എന്നതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ കേഷും ദ്വീപിൽ നിന്നടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം 3 എണ്ണ ടാങ്കറുകൾ ലക്ഷ്യമിട്ടും IRGC ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതുകൂടി പ്രകോപനത്തിന് കാരണമാണ്. IRGC അതിന് നൽകിയ പ്രതികരണം IRGCയുടെ അനുമതി ഇല്ലാതെ വിലക്ക് ലംഘിച്ച് കടക്കാൻ ശ്രമിച്ച എണ്ണ ടാങ്കറുകളെയാണ് ആക്രമിച്ചതെന്നാണ് IRGCയുടെ പ്രതികരണം. എന്തായാലും ഐക്യരാഷ്ട്രസഭയടക്കം ഇപ്പോൾ ഈ യുദ്ധം താൽക്കാലികമായെങ്കിലും നിർത്തണം എന്ന് ആവർത്തിച്ച് ഗുട്ടറസിൻ്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് ഇന്ന് രാവിലെ അമേരിക്ക നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഈ പ്രതികരണം വരുന്നത് എന്നതും നിർണായകമാണ്. എന്തായാലും നിലവിലെ സംഘർഷം കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നതടക്കം ഉള്ള ആവശ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയും ഉന്നയിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ രൂക്ഷമാവുകയാണ്, കലുഷിതമാവുകയാണ്. ഇറാനുമേൽ അതിശക്തമായ വ്യോമാക്രമണമാണ് 2 മണിക്കൂറോളം US സെൻട്രൽ കമാൻഡ് നടത്തിയത്. തുടരുക കാർത്തിക്. അതേസമയം അമേരിക്കയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ ഇതുവരെ 350 സർക്കാർ ജീവനക്കാർ കൊല്ലപ്പെട്ടതായും ഇറാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കുന്നതിന്റെ പശ്ചാത്തലമുണ്ട്. ഇറാൻ സർക്കാരിന്റെ വക്താവ് ഫാത്തിമ മുഹാജറാനിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഒപ്പം വ്യോമാക്രമണങ്ങളിൽ ബുഷൈർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പ്രധാന റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്നും പറയുന്നു. കടുത്ത പ്രതികൂല കാലാവസ്ഥയും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളെയും അതിജീവിച്ച് അതിർത്തികളിൽ സൈന്യം കർശന കാവൽ തുടരുകയാണെന്നും തകർന്ന റോഡുകളും പാലങ്ങളും പുനഃസ്ഥാപിക്കാനാണ് പ്രഥമ പരിഗണന സർക്കാർ നൽകുന്നതെന്നും ഇറാൻ വക്താവ് വ്യക്തമാക്കുന്നത് പ്രധാനമാണ്. ഇതിനിടയിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ഇറാഖിൽ, അതിനെതിരെയുള്ള സംയുക്ത ആക്രമണം ഇപ്പോഴും സൗദിയും അമേരിക്കയും ചേർന്ന് തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകൾ, സംഭരണ കേന്ദ്രങ്ങളും US-ൻ്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചുവെന്നാണ് US സെൻട്രൽ കമാൻഡ് സെൻകോം അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം മരണം ഈ മേഖലയിൽ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാഖി സായുധ സംഘങ്ങൾ 72 മണിക്കൂറിനിടെ 30-ലേറെ ആക്രമണങ്ങൾ അത് ചെങ്കടലിലുണ്ടായിട്ടുണ്ട്. ഒപ്പം സൗദിയുടെ പല മേഖലയിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ഇത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. IRGCയും അവരുടെ ഭീകര നിഴൽ സംഘങ്ങളുടെയും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നുള്ള മുന്നറിയിപ്പും പ്രധാനമായും നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സൗദി യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. ഇത് ചെറിയ കാര്യമല്ല കാർത്തിക്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പ്രധാനമായും യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇറാൻ സൃഷ്ടിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാഖിൻ്റെ മണ്ണിൽ നിന്നുള്ള ആക്രമണം തടയാൻ നടപടിയെടുക്കണമെന്ന് ഇറാഖി ഭരണകൂടത്തോട് സൗദി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ പ്രയോജനമുണ്ടായില്ല. വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദി കൂടി അമേരിക്കയ്ക്കൊപ്പം ആക്രമണത്തിന് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലവും പ്രധാനമാണ്.
രഞ്ജിത്ത്, അത് തന്നെയാണ് ഈ സാഹചര്യം കൂടുതൽ മോശമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ ഇതുവരെ മറ്റ് രാജ്യങ്ങൾ ഭാഗമായിരുന്നില്ല. അവർക്ക് നേരെ മിഡിൽ ഈസ്റ്റിലടക്കം അവർക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി കൂടി അമേരിക്കയുമായി ചേർന്ന ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവ്. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണമാണ്. ഏതാണ്ട് 72 മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ 30-ലധികം പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇത് സൗദിക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് റിയാദിലെ പെട്രോളിയം കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ആ 72 മണിക്കൂറിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിൽ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ സൗദിയെ നിർബന്ധിതമായി. അങ്ങനെയാണ് അമേരിക്കയുമായി ചേർന്ന സൗദി ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ ഏതാണ്ട് 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സൗദിയും ഇറാഖുമായുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇറാൻ ഭരണാധികാരികളിൽ നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇത് മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ വഴിത്തിരിവാകും എന്നതുകൂടി ആശങ്കാജനകമായി നിലനിൽക്കുന്നു. അതായത് അമേരിക്കയും ഇറാനും നേർക്കുനേർ നടത്തിയിരുന്ന യുദ്ധത്തിൽ ഇപ്പോൾ സൗദി കൂടി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന ഇറാഖിലെ ഇറാൻ്റെ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നു. അതാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഒരു വഴിത്തിരിവായി എത്തിയിരിക്കുന്ന പുതിയ സാഹചര്യം. ഇതിനെ വലിയ ആശങ്കയോടെയാണ് കാണുന്നതും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പ്രതികരണങ്ങളടക്കം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുമോ എന്നത് ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടാക്കും. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പ്രതികരണത്തെ കാണാനും. എന്തായാലും സൗദിയും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. രാജ്യത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തെയും അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകും എന്ന് സൗദിയും വ്യക്തമാക്കുന്നു. അതായത് ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇറാഖിൽ ഉള്ള ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇനിയും സൗദിക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിന് അതേ നാണയത്തിൽ ശക്തമായ ഭാഷയിൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് സൗദി നൽകുന്നതും. തീർച്ചയായും ബി ആർ കാർത്തിക്കാണ് വിശദമായി തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യ വല്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് മുതൽ സൗദികൾ ഒരു തരത്തിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഈവൻ US സഖ്യകക്ഷിയാണ് എങ്കിൽ പോലും മാറി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. യുദ്ധം അനിവാര്യമാണ് എന്ന ഘട്ടത്തിൽ മാത്രമാണ് യുദ്ധത്തിൽ ഇടപെടുക എന്നുള്ളത് അവർ തീരുമാനിച്ചിരുന്നു. 3 വശങ്ങളിൽ നിന്നും ഇപ്പോൾ ആക്രമണം നേരിടുന്ന ഒരു പശ്ചാത്തലം സൗദി അറേബ്യയ്ക്കുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ ആക്രമണം അതുണ്ടാകുന്നത് ഇറാഖിൽ നിന്നാണ്. ഇറാൻ്റെ ചില പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാഖിൽ നിന്ന് ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ഒരു പശ്ചാത്തലം, ഹൂതികൾ സൗദി ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെയും ഇറാൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഹൂതികൾ ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്. ഇറാനിയൻ പ്രോക്സി മിലിഷ്യകൾക്കെതിരെ അവർ US-മായി സംയുക്ത ആക്രമണം നടത്തേണ്ടി വരുന്ന പശ്ചാത്തലവും അങ്ങനെ ഒരുങ്ങുന്നതാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിൻ്റെ ഭാഗമാകാൻ ആദ്യഘട്ടത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഈ രാജ്യത്തിന് നേരെ ഡ്രോണുകൾ വരികയും അവരുടെ പെട്രോളിയം സംഭരണ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് അവർക്ക് സൗദി അറേബ്യ യുദ്ധം ആരംഭിക്കാത്തതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഉയർത്തിയിരുന്നു. 5 മാസമായി ഗൾഫിനെയും മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളെയും വിഴുങ്ങുന്ന സംഘർഷത്തിൽ പ്രധാനമായി 2 കക്ഷികളാണ് നമുക്കറിയാം. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന, ഒരു വശത്ത് ഇറാനും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില ശക്തികളുണ്ട്. അതിന് പ്രധാനമായും ചില ഇതുമായി നേരത്തെ പറഞ്ഞ പോലെ പല ശക്തികൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യമനിലെ ഒരു ഗോത്രവിഭാഗമായ ഹൂത്തികൾ പ്രധാനമായും അവരുമായി സഖ്യത്തിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് 30 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഇറാഖിലെ അർദ്ധ സൈനിക വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർക്കെതിരെയും ആക്രമണം നടത്താൻ ഇപ്പോൾ സൗദി നിർബന്ധിതമാകുന്ന ഒരു പശ്ചാത്തലമാണ്. ലെബനിലെ ഹിസ്ബുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്.
അങ്ങനെ ഒരു ഭാഗത്ത് ഇറാനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും. അതിൽ ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി സൈലൻ്റ് ആണ്. അവരുടെ സെൻകോം, അതായത് അമേരിക്കയുടെ കൊപ്പമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളും ജോർദാനും ഒക്കെയുള്ള ഒരു സംവിധാനം. പക്ഷേ ഇസ്രായേൽ ഉണ്ടെങ്കിൽ പോലും അവർ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയാണെങ്കിൽ പോലും യുദ്ധത്തിൽ സജീവ പങ്കാളിയല്ല. പക്ഷേ സൗദി ഒരു കാരണവശാലും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് സൗദി ഇത്തരം ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് സൗദി ഒരു മിഷൻ 2030 എന്നുള്ള സംവിധാനം സൗദിയുടെ പുതിയ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങളുമായി സമാധാനം പാലിക്കുക. അവരുടെ ചെറുപ്പമായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ വിഷൻ 2030 എന്നറിയപ്പെടുന്ന ഈ സംവിധാനം പുറത്തേക്ക് കൊണ്ടുവന്നത്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യത്തെ വൈവിധ്യവൽക്കരിക്കുക, ഓരോ വർഷവും തൊഴിൽ വിപണിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ബിരുദധാരികൾക്കും സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർക്കും തൊഴിലവസരങ്ങൾ നൽകുക, ഊർജ്ജസ്വലവും ആധുനികവുമായ ആഭ്യന്തര വ്യവസായങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. അതിൽ വിഷൻ 2030 ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പോരാട്ടമോ ഒന്നും ആഗ്രഹിക്കാതെ അവർ കൃത്യമായി സമാധാനത്തോടു കൂടി ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെയാണ് യമനിലെ ഹൂത്തികൾ തെക്കൻ അതിർത്തിയിൽ നിന്നും തുടർച്ചയായി ഡ്രോണുകൾ തൊടുത്തുവിടുന്നത്. അത് ഇറാന്റെ സഹായത്തോടെയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നു. ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള അവരുടെ അമേരിക്ക തന്ന യുദ്ധ സംവിധാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരത് തടുക്കുന്നുണ്ട് എങ്കിൽ പോലും 2026 ആയപ്പോഴേക്കും ഈ തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരുടെ പല കേന്ദ്രങ്ങളും, പ്രധാനപ്പെട്ട ഓയിൽ സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഓയിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ UAE സംവിധാനങ്ങളിൽ നിന്ന്, ഓയിൽ കയറ്റുമതി സംവിധാനങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ട് എങ്കിൽ പോലും, സ്വന്തമായി ഓയിൽ കയറ്റുമതി ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പകുതിയോളം ഓയിൽ കയറ്റുമതി സംവിധാനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അവിടെയാണ് റിയാദിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രത്യാക്രമണത്തിലുള്ള എത്രത്തോളം ദുർബലമാണ് എന്നത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത്. ഇറാൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ, ഒപ്പം ഹൂതികളുടെ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് തങ്ങൾക്ക് പ്രതിരോധിക്കാതെ മറ്റൊരു സംവിധാനമാകുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സൗദികൾ അവരുടെ കിഴക്കൻ പടിഞ്ഞാറ് പൈപ്പ് ലൈൻ വഴി അവരുടെ എതിർത്തീരത്തുള്ള യാൻബുവ ചെങ്കടലിലെ കയറ്റുമതി ടെർമിനലിലേക്ക് പ്രതിദിനം 5 ദശലക്ഷം ബാരൽ എണ്ണയൊക്കെ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. അതുമാത്രമല്ല, ടാങ്കറുകൾ വഴി മറ്റു പല രാജ്യങ്ങളിലേക്കും, അറേബ്യൻ കടലിലേക്കും ഏഷ്യൻ വേൾഡുകളിലേക്കും ഒക്കെ കൊണ്ടുപോയാണ് അവരുടെ കാര്യങ്ങൾ നടത്തിവെച്ചിരുന്നത്. എന്നാൽ യമൻ തലസ്ഥാനത്തു നിന്നുള്ള വലിയ ബോംബിങ്ങും മറ്റും അവരുടെ ഇത്തരം കയറ്റുമതികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയും തുടർന്നാണ് ഇത്തരത്തിൽ അവർ വല്ലാത്ത തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രകോപനം കൂടിയപ്പോൾ അവർ നിർബന്ധിതമാകുകയായിരുന്നു അമേരിക്കയുമായി ചേർന്ന് ഈ മേഖലകളെയൊക്കെ ആക്രമിക്കാൻ. അതായത് ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ സൗദി കടന്നുപോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ആകുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയമുണ്ട്. ഏറ്റവും സമ്പന്ന രാജ്യമായ സൗദി അറേബ്യ വീണ്ടും വല്ലാത്ത തരത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുഴുവനുള്ള സാഹചര്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഈ ആക്രമണങ്ങളിൽ പങ്കാളിയാകാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൗദിയുടെ അവസ്ഥ. അതായത് 2030 ഈ വിഷൻ പൂർത്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ നിന്ന് സൗദി ഭരണാധികാരിക്ക് പിന്മാറേണ്ടി വരുന്നു. ഹൂതികളും ഇറാനും അടക്കമുള്ളവർ അവരെ വല്ലാതെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും മറ്റൊരു തരത്തിൽ യുദ്ധത്തിൽ അവർ പങ്കാളികളാകുമ്പോൾ വീണ്ടും ആക്രമണ ഭീഷണിയും ഭീതിയും ഒക്കെയുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ സഹായം തേടുകയും തങ്ങൾക്ക് കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഇതുവരെ സൈനികമായി വലിയൊരു ശക്തിയായി സൗദി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യകത കൂടി കൂടുകയാണ്. സൈനിക പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അവർ എണ്ണ വിപണിയിൽ നിന്ന് മാത്രമുള്ള പണമല്ലാതെ മറ്റു തലങ്ങളിലേക്കും പണം ശേഖരിക്കാനും വരുമാനം കൂട്ടാനും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇത്തരം വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ്റെ ചെറിയ അന്തർവാഹിനികൾ എത്രത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട് സാന്നിധ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മസ്കിറ്റോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ഇറാൻ്റെ കൊതുകുപടയെ വല്ലാതെ പ്രശംസിച്ച് രംഗത്ത് വന്നത്. നാവികസേന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് റഷ്യയും ഇത്തരത്തിൽ മസ്കിറ്റോ ഫ്ലീറ്റുകൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയത്. ചെറിയ യുദ്ധക്കപ്പലുകളുടെ നിരയാണ് ഈ മസ്കിറ്റോ ഫ്ലീറ്റുകൾ. നമുക്കറിയാം, ഇത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. മസ്കിറ്റോ ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട്
ഇപ്പോഴത്തെ യുദ്ധമുഖത്ത് കാര്യക്ഷമമായുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇറാൻ്റെ മസ്കിറ്റോ ഫ്ലീറ്റിനെ ഈ നിലയിൽ ഏകദേശം 20 ഗാദർ ക്ലാസ് മിഡ്ജറ്റ് അന്തർവാഹിനികൾ, ചെറിയ അന്തർവാഹിനികളുണ്ട്, ആയിരക്കണക്കിന് അതിവേഗ മിസൈൽ ആക്രമണ ബോട്ടുകളുണ്ട്, ഭാരം കുറഞ്ഞതും വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നതുമായ കപ്പലുകളുണ്ട്. ഇതൊക്കെ ഈ ഹോർമുസ് കടലിടുക്കിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തൊക്കെ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇറാൻ്റെ ഭൂപ്രകൃതിയൊക്കെ വെച്ചിട്ട് അവർക്ക് അമേരിക്കയ്ക്ക് കടന്നുചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവരെത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ ഇവയെ നശിപ്പിക്കുക പ്രയാസകരമാണ് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. അമേരിക്കയെ പോലെ ശക്തമായ നാവികസേന ഇറാനില്ല. പക്ഷേ കടലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തന്ത്രപരമായി അവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകൾ. വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ഇത്തരം ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അവരുടെ പ്രതിരോധം തീർക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രവർത്തിപ്പിക്കുന്ന ഈ ബോട്ടുകൾക്ക് താരതമ്യേന ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മാത്രമല്ല ഇവയെ കണ്ടെത്തുക ഏറ്റവും പ്രയാസകരമായ ഒന്നാണ്. ഒറ്റനോട്ടത്തിൽ ഇവ വലിയ ഭീഷണിയായി തോന്നില്ലെങ്കിലും ഡസൻ കണക്കിന് ബോട്ടുകൾ ഒത്തുചേർന്ന് വലിയ എണ്ണ ടാങ്കറുകളെയോ നാവികസേന കപ്പലുകളെയോ വളയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആക്രമിക്കാൻ ശേഷിയുള്ളതുകൊണ്ടാണ് ഇവയെ മസ്കിറ്റോ ഫ്ലീറ്റുകൾ അല്ലെങ്കിൽ കൊതു കപ്പൽ കൂട്ടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവയ്ക്ക് വലിയ ശല്യമായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പെൻറ്റഗണൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. കാരണം അമേരിക്കയിൽ നിന്ന് കനത്ത സൈനിക തിരിച്ചടികൾ നേരിട്ടുണ്ടെങ്കിലും ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടുത്താനുള്ള ശേഷി ഇറാൻ ഉണ്ടാകുന്നത് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആഗോള എണ്ണ വിതരണത്തിലെ സുപ്രധാന പാതയായ ഈ ഹോർമുസ് കടലിടുക്കടക്കം ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നതും ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 158 കപ്പലുകൾ ഉൾപ്പെടെ ടെഹ്റാൻ്റെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും സൈനിക താവളങ്ങളും തകർത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ്റെ നാവികസേനയെ അമേരിക്ക എങ്ങനെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം മസ്കിറ്റോ ഫ്ലീറ്റുകളാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാന് സാധിക്കുന്നതും ഇതിൻ്റെ ഭാഗമായാണ്. അങ്ങനെ യു എസിൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷവും ഇത്തരം ചെറിയ ബോട്ടുകൾക്ക് പകരം സംവിധാനങ്ങൾ ഒരുക്കുക എളുപ്പമാണ്. മാത്രമല്ല അവയ്ക്ക് തുടർന്ന് പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ വലിയ കപ്പലുകളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല, കൂട്ടമായി ആക്രമിക്കുന്ന ചെറിയ ബോട്ടുകളെക്കുറിച്ചുള്ളതായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ സംവിധാനമാണ് ഇറാനെ ഏറ്റവും അധികം യുദ്ധമുഖത്ത് തലയുയർത്തി നിൽക്കാൻ അനുവദിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇറാന് അമേരിക്കയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു. അമേരിക്കയ്ക്ക് ഈ ബോട്ടുകളെ തകർക്കാൻ സാധിക്കുന്നില്ല. ചെലവ് കുറവാണ്. അവരുടെ ആക്രമണ ശേഷി 10 മടങ്ങാണ്. അങ്ങനെ ഇറാൻ 2 തരം നാവികസേനയുണ്ട്. നമുക്കറിയാം ഇറാനിലുണ്ട്. അത് ഒന്ന് ഈ വലിയ കപ്പലുകളുള്ള പരമ്പരാഗത നാവികസേന, ഇവയിൽ പലതും US ആക്രമണത്തിൽ തകരുന്ന പശ്ചാത്തലമുണ്ടായി. രണ്ടാമത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അവർ നിയന്ത്രിക്കുന്നതാണ് ഈ വലിപ്പം കുറഞ്ഞതും ആക്രമണകാരികളുമായ ഇത്തരം ബോട്ടുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആയിരക്കണക്കിന് ബോട്ടുകളുണ്ട്, റോക്കറ്റുകളുണ്ട്, വിപുലമായ സംവിധാനങ്ങളുണ്ട്, ചെലവ് കുറഞ്ഞതാണ്. ഏതാനും ഡ്രോണുകൾക്കും ചെറിയ ബോട്ടുകൾക്കും പോലും എണ്ണ ടാങ്കറുകളെ ഭയപ്പെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. നിരവധി ആക്രമണങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ ആഗോള വിപണിയെ മൊത്തം നിയന്ത്രിക്കാനുള്ള ഈ കഴിവ് ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മസ്കിറ്റോ ബോട്ടുകൾ, അതായത് ഈ കൊതുകു പടകൾ വളരെ പ്രധാനമായും ഒരു യുദ്ധതന്ത്രത്ത് വലിയ ആയുധമുഖമായി ഇറാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങി വരുന്നതും പ്രധാനമാണ്. അവയെ എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള വലിയ തലവേദന. അതൊരു തരത്തിലും സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും അതിൽ ഗറില്ല യുദ്ധമുറ, ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവ പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്തി മടങ്ങുകയും ചെയ്യുന്ന സംവിധാനമാണിവ. അത് കടലിൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതോടുകൂടി പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താനും അമേരിക്കയുടെ വലിയ ശക്തികളെ പോലും ഇല്ലാതാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏകദേശം 50,000-ഓളം ഉദ്യോഗസ്ഥരുള്ള IRGCയുടെ നേവി ഗൾഫ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിലും നിരവധി ദ്വീപുകളിലും താവളങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് എന്നത് പ്രധാനമാണ്. കാരണം അമേരിക്കയ്ക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള തലവേദനയിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും ഉള്ളത്. പാക് അധിനിവേശ കശ്മീരിലെ ബലൂചിസ്ഥാനിലും
ബലൂചിസ്ഥാനിൽ പാക് സൈന്യവും പാകിസ്ഥാൻ ഭരണകൂടവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം 20 പേരാണ് കൊല്ലപ്പെട്ടത്. വെടിവെച്ചു കൊന്ന പെൺകുട്ടിയുടെ മൃതദേഹം വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്ന നടുക്കും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നന്ദന വിവരങ്ങളുമായി ചേരുന്നു. നന്ദന, വലിയ തോതിലുള്ള നടുക്കമാണ് ആ മേഖലയിൽ ഉണ്ടാകുന്നത്. വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വെടിവെച്ചു കൊന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പാക് സൈനിക വാഹനത്തിന്റെ മുന്നിൽ വച്ചുകെട്ടി റോഡിലൂടെ വലിച്ചിഴച്ച് പ്രദർശിപ്പിച്ചത്. തുടർന്ന് ബലൂചിസ്ഥാനിൽ കാലങ്ങളായി പാക് സൈന്യം ജനങ്ങളെ അടിച്ചമർത്തലുകൾ തുടരുകയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവിടെ നടക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാക് ഭരണകൂടം നടത്തുന്ന അട്ടിമറികൾക്കും അതുപോലെ തന്നെ തിരിമറികൾക്കും എതിരെയായിരുന്നു ഈ വലിയ രീതിയിലുള്ള ജനപ്രക്ഷോഭം നടന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 12 അഭയാർത്ഥി സീറ്റുകളിൽ ദുരുപയോഗം ചെയ്ത് തങ്ങൾക്ക് താല്പര്യമുള്ളവരെ വിജയിപ്പിക്കാനാണ് പാക് സർക്കാർ ശ്രമിച്ചത്. ഈ അട്ടിമറി തെരഞ്ഞെടുപ്പിനെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ കാശ്മീരി പ്രതിഷേധക്കാർക്ക് നേരെ റവാലക്കോട്ടിൽ വെച്ച് പാക് സൈന്യം വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു വെടിവയ്പിൽ 20ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം പാക് അധിനിവേശ കശ്മീരിലെ ഈ ഭീകരമായ അടിച്ചമർത്തലിനെ ന്യായീകരിച്ചുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ആസാദ് കാശ്മീരിലെ പ്രതിഷേധക്കാരെ ഞാൻ ഇന്ത്യയുടെ അതേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇന്ത്യയെ പോലെ തന്നെ അവരെയും ശത്രുക്കളായാണ് കാണുന്നതെന്നാണ്. സ്വന്തം രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് എതിരെയാണ് ഇപ്പോൾ ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. അവരെ ഇന്ത്യയെ പോലെ, ശത്രുരാജ്യമായ ഇന്ത്യയെ പോലെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും ശത്രുക്കളായാണ് കാണുന്നതെന്നാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ജനങ്ങളുടെ ജനാധിപത്യ ആവശ്യങ്ങൾക്കായി പോരാടുന്ന സ്വന്തം പൗരന്മാരെ പോലും ശത്രുക്കളായി പ്രഖ്യാപിച്ച പാക് സൈന്യം നടത്തുന്ന ഈ അടിച്ചമർത്തലുകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്. ശരി നന്ദന. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്, ടെലഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവ് ലോകമെമ്പാടും വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ പാവേൽ ദുറോവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ. റഷ്യൻ വംശജൻ കൂടിയാണ് പാവേൽ ദുറോവ് എന്ന് ഓർക്കണം. അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ പാവേൽ ദുറോവിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഭീകരവാദത്തെ സഹായിച്ചുവെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. യുക്രൈൻ സുരക്ഷാ സൈന്യം ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളും ബോട്ടുകളും നീക്കം ചെയ്തില്ല എന്നാരോപിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കവുമായി റഷ്യ മുന്നോട്ട് വരുന്നത്. റഷ്യയിലൊപ്പം ടെലിഗ്രാമിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. യുക്രൈൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഭീകര സംഘടനകളും റഷ്യയിൽ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ടെലഗ്രാം പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്തിട്ടും അത് തടയാൻ കമ്പനി തയ്യാറായില്ല എന്നാരോപിച്ചാണ് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSB പാവോൽ ദുറോവിനെ എതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. റഷ്യയ്ക്കുള്ളിൽ അട്ടിമറി, ഭീകരാക്രമണം, കൂട്ടക്കൊല, സൈബർ തട്ടിപ്പുകൾ എന്നിവ ഏകോപിപ്പിക്കാൻ തീവ്രവാദികളും യുക്രൈൻ സ്പെഷ്യൽ സർവീസുകളും ഉപയോഗിക്കുന്ന ചാറ്റുകളും നീക്കം ചെയ്യുന്നതിന് ടെലഗ്രാം പരാജയപ്പെട്ടു എന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. അതുമാത്രമല്ല, ടെലഗ്രാമോ പാവോൽ ദുറോവോ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഔദ്യോഗിക X അക്കൗണ്ടിൽ നടുവിരൽ ഉയർത്തിപ്പിടിച്ച് പാവേൽ ദുറോവിൻ്റെ ഒരു ചിത്രം അത് പങ്കുവെക്കുകയുണ്ടായി. ടെലഗ്രാമിന് പുറമെ വാട്സപ്പ് അടക്കമുള്ള മറ്റ് മെസ്സേജിംഗ് ആപ്പുകളുടെ ഉപയോഗവും നിയന്ത്രിക്കാൻ റഷ്യ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരം. പ്രധാനമായും ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ റഷ്യയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയുടെ ലക്ഷ്യം. റഷ്യയിൽ ജനിച്ചെങ്കിലും നിലവിൽ ഫ്രഞ്ച് പൗരത്വമുള്ള പാവേൽ ദുറോവ് 2013 ടെലഗ്രാം സ്ഥാപിച്ചത്. റഷ്യൻ അന്വേഷണത്തിന് പുറമെ പ്ലാറ്റ്ഫോമിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിയമപാലകരുടെ ആവശ്യങ്ങളോട് സഹകരിക്കാത്തതിലുമൊക്കെ ടെലഗ്രാം പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ഫ്രഞ്ച് അധികാരികളുടെ നിയമപരമായ അന്വേഷണവും ദുറോവ് നേരിടുന്നുണ്ട്. അതായത് സെൻസർഷിപ്പ് ഇല്ലാത്ത സ്വകാര്യതയാണ് ടെലഗ്രാമിൻ്റെ പ്രത്യേകതയെന്ന് ദുറോവ് വാദിക്കുമ്പോൾ ഈ നയം ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കെതിരാണ് എന്നാണ് ഫ്രാൻസും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ വാദം. തടസ്സമില്ലാതെ 1200 കിലോമീറ്ററോളം വരുന്ന ആദ്യ യാത്ര പൂർത്തിയാക്കി രാജ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. ഹരിയാനയിലെ ജിന്ദിനും സോനിപത്തിനും ഇടയിലുള്ള പാതയിലാണ് ഈ മാസം 17 ഹൈഡ്രജൻ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ ട്രെയിൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രാലയം പ്രസ്താവന അറിയിച്ചു. കൂടാതെ പുകയോ കാർബൺ എമിഷനോ ഇല്ലാതെ ജലനീരാവി മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്.
ഇന്ത്യൻ റെയിൽവേയുടെ തദ്ദേശ സംരംഭമാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ജിങ് സോനിപാത്ത് റൂട്ടിലെ പരീക്ഷണം വിജയകരമായ സാഹചര്യത്തിൽ ഡൽഹി റൂട്ടിലെ പരീക്ഷണം താമസിയാതെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തദ്ദേശീയമായി ഒരു ഹൈഡ്രജൻ റെയിൽ ഇക്കോസിസ്റ്റം സ്ഥാപിക്കാൻ ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം വിലയിരുത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ദുബായിലെ ലോക പ്രശസ്തമായ ബുർജ് ഖലീഫയുടെ അറ്റ് ദ ടോപ്പ് സന്ദർശിക്കാനുള്ള ടിക്കറ്റുകൾ ഇനി മുതൽ UPI വഴി ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഇതോടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി UPI സൗകര്യം ഉറപ്പാക്കുന്ന UAEയിലെ ആദ്യ വിനോദസഞ്ചാര കേന്ദ്രമായി ബുർജ് ഖലീഫ മാറുകയാണ്. യാത്രയ്ക്ക് മുൻപ് തന്നെ ഇന്ത്യയിലുള്ള സഞ്ചാരികൾക്ക് ബുർജ് ഖലീഫയുടെ വെബ്സൈറ്റ് വഴി സ്വന്തം UPI ആപ്പുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിവരം. ഡിജിറ്റൽ ഇടപാടുകളിൽ പുതിയ നാഴികക്കല്ല് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 2022 മുതൽ UAEയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ UPI പണമിടപാടുകൾ സാധ്യമാക്കിയിരുന്നുവെങ്കിലും ഇതിന് തുടർച്ചയായാണ് ഓൺലൈൻ ബുക്കിംഗ് മേഖലയിലേക്കും സേവനം വ്യാപിപ്പിക്കുന്നത്. വിദേശയാത്രകളിൽ ലളിതവും സുരക്ഷിതവുമായ പണമിടപാടുകൾ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ സഞ്ചാരികൾക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസകരമാകുമെന്നാണ് ഇപ്പോൾ UPIയുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം UAEയിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബുർജ് ഖലീഫ. ഈ സൗകര്യം ലഭിക്കുന്നത് ആഗോളതലത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമാകുമെന്ന് നിയോപേ CEO വിഭോർ മുൻദാദ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് വിനോദസഞ്ചാരികൾക്ക് ഇത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഫ്രാൻസിന്റെ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി സിനദീൻ സിദാൻ വന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പക്ഷേ സിദാനെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളെന്നാണ്, നല്ല മികച്ച പരിശീലകൻ എന്നാണ്. അത് മാത്രമല്ല, ഫ്രഞ്ച് പടയുടെ പുതിയ പരിശീലകനായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനമാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. മാഡ്രിഡിലെ 7 മില്യൺ യൂറോയുടെ ആഡംബര വില്ല വീണ്ടും വാർത്തകളിൽ നിറയുന്നു. $120 മില്യൺ സാമ്രാജ്യമാണ് സിദാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 1000 കോടി രൂപയിലധികമാണ് സിദാൻ്റെ ആസ്തി. നിരവധി വമ്പൻ സ്വത്തുക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിനുണ്ട്. ഒരു മത്സരിച്ച് കളിക്കാരൻ നിലയിൽ ഏതാണ്ട് $140 മില്യൺ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. പരിശീലകനായി ഏതാണ്ട് $70 മില്യൺ സിദാൻ്റെ സമ്പാദ്യമാണ്. അത് മാത്രമല്ല, പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ സിദാൻ സ്വന്തമാക്കിയ പശ്ചാത്തലമുണ്ട്. മാഡ്രിഡിലെ ആഡംബര വില്ല നേരത്തെ തന്നെ വലിയ ചർച്ചയായ ഒന്നാണ്. അത് മാത്രമല്ല, വലിയ തോതിലുള്ള ബിസിനസ് സംരംഭങ്ങൾ സിദാൻ്റെ ഭാഗമായി ഉണ്ട്. മാഡ്രിഡിലെ വിമാനത്താവളത്തിന് സമീപം 1000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള ഒരു ആഡംബര വില്ലയെക്കുറിച്ചാണ് പലപ്പോഴും ചർച്ചയായിരിക്കുന്നത്. പാരീസിലെ ഹോട്ടൽ ജോർജ് വിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വീട് രൂപകൽപ്പന ചെയ്യുകയും മറ്റും ചെയ്തത്. അത് നേരത്തെ തന്നെ അതിൻ്റെ ചിത്രങ്ങളും മറ്റും വലിയ തോതിൽ 7 മില്യൺ യൂറോ വിലയുള്ള ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിരുന്നു. 1989 AS ക്യാൻസിലൂടെയാണ് സിദാൻ തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത്. വലിയ ശമ്പളമൊന്നുമില്ലാതെയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ തുടക്കം ആരംഭിച്ചത്. പിന്നീട് തൻ്റെ പ്രകടനം മെച്ചമായതിനു ശേഷമാണ് സാമ്പത്തികമായി വലിയ മെച്ചപ്പെടുന്നതിലേക്ക് സിദാൻ ഉയരുന്നത്. ജനപ്രീതി വർദ്ധിക്കുന്നു. 2021 യുവൻസ് വിടുമ്പോൾ ഏതാണ്ട് 25-35 മില്യൺ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു എന്നാണ് കണക്ക്. അതുമാത്രമല്ല, വലിയ പരസ്യ വരുമാനം, ഒരുപക്ഷെ ഈ ഫുട്ബോൾ ലോകത്ത് ആദ്യം മുതൽ തന്നെ വലിയ പരസ്യ വരുമാനം കിട്ടിയ ഒരാളായി സിദാൻ മാറിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. വലിയ ട്രാൻസ്ഫർ തുകകൾ സുദാനെ തേടിയെത്തിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഡിഡാസ്, ഓഡി, ക്രിസ്ത്യൻ ഡിയോൾ തുടങ്ങിയ രാജ്യാന്തര ബ്രാൻഡുകളുടെയൊക്കെ കരാറുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ വരുമാനം വലിയ തോതിലാണ്. 2006 കളി നിർത്തിയ ശേഷം പരിശീലകനായി വന്നപ്പോൾ മുതൽ തന്നെ വലിയ തോതിലുള്ള വരുമാനം ആ നിലയിലും ഏതാണ്ട് പ്രതിവർഷം 2.7 മില്യൺ യൂറോയോളം സിദാൻ ശമ്പളം വാങ്ങിയെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. 2019 റയൽ മാഡ്രിഡ് പരിശീലനം തിരിച്ചെത്തിയപ്പോൾ പ്രതിവർഷം 12 മില്യൺ യൂറോ ശമ്പളമായി അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതാണ്ട് 30 മില്യൺ യൂറോയോളം പരിശീലകനായി മാത്രം സിദാൻ സമ്പാദിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അങ്ങനെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഫുട്ബോൾ താരമായി സിനദീൻ സിദാൻ മാറുന്ന പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇടവേള.
ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് നമ്മുടെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. കോഹ്ലിയും ഭാര്യ അനുഷ്കയും 2024 മുതൽ ലണ്ടനിലാണ് താമസം. മറ്റൊന്നുമല്ല, തങ്ങളുടെ കുട്ടികൾക്ക് കുറച്ച് പ്രൈവസി വേണമെന്ന കാര്യത്തിലാണ് ലണ്ടനിൽ ആഡംബര വസതിയൊക്കെ സ്വന്തമാക്കി അവർ അവിടെ താമസമാക്കിയത്. ഇപ്പോൾ ഇരുവരും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി കോടികളുടെ ആസ്തി വിരാട് കോഹ്ലിക്കുണ്ട്. മുംബൈയിൽ ഇപ്പോൾ അടുത്ത കാലത്തായി ഒരു ആഡംബര വസതി കോഹ്ലി വാങ്ങി. അതാണ് ഇവർ ഇരുവരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ചില പ്രചരണങ്ങൾക്ക് കാരണമായത്. മുംബൈയിലെ വർസോവയിലാണ് 18.29 കോടി രൂപ മൂല്യമുള്ള 2644 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് കോഹ്ലിയും ഭാര്യ അനുഷ്കയും ചേർന്ന് സ്വന്തമാക്കിയത്. അന്തേരി വെസ്റ്റിലെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീടും. ഇപ്പോൾ 2020 നിന്നും ടെസ്റ്റിൽ നിന്നുമൊക്കെ കോഹ്ലി വിരമിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദിന ടീമിൻ്റെ ഭാഗമാണ് കോഹ്ലി. ഇപ്പോൾ വലിയ ഫോമിലാണ് താരം, സംശയമില്ല. അപ്പോൾ ഈ ഏകദിന മത്സരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കോഹ്ലി കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് താമസിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി കുഞ്ഞിനെ വളർത്താനുള്ള താല്പര്യത്തിലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഹ്ലി രാജ്യം വിട്ടത്. സുരക്ഷാ കാരണങ്ങളാൽ സൂപ്പർ താരത്തിൻ്റെ UK വിലാസവും ഒന്നും പുറത്തുവിട്ടില്ല. ആർക്കും അറിയില്ല എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നുള്ളത്. നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ സെയിൻറ്റ് ജോൺസ് വൂഡിലാണ് കോഹ്ലിയുടെ വീടെന്ന് ഒരു മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ജൊനാഥൻ ട്രോട്ട് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിന് അടുത്തൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് മടങ്ങുകയാണ്. 2016 മുംബൈയിൽ ഒരു വീട് വാങ്ങാൻ ശ്രമിച്ച കോഹ്ലി അന്നത് വലിയ ചർച്ചയായതോടെ തീരുമാനത്തിൽ പിൻവാങ്ങിയിരുന്നു. 7171 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 കിടപ്പുമുറികളുള്ള വീടാണ് കോഹ്ലി അന്ന് വാങ്ങാൻ ശ്രമിച്ചത്. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ 35ാം നിലയിലുള്ള വീടിന് 34 കോടി രൂപയായിരുന്നു വില. പക്ഷേ ഇന്ത്യയിൽ ഗുരുഗ്രാം, അലിബാഗ് എന്നിവിടങ്ങളിൽ ഒക്കെ ഭൂമിയും വീടുമുണ്ട് ഇരുവർക്കും. വെസ്റ്റ് ഡൽഹി സ്വദേശിയായ കോഹ്ലിക്ക് ഗുരുഗ്രാമിലടക്കം നിരവധി സ്ഥലങ്ങളിൽ സമ്പത്തുണ്ട്. ഇത് ഒക്കെ നോക്കി നടത്താൻ പല ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വിട്ടാണ് ലണ്ടനിൽ താമസമാക്കിയത്. ഇപ്പോൾ പുതിയ വീട് മുംബൈയിൽ വാങ്ങുന്നതോടെ അദ്ദേഹം തിരിച്ച് ഇവിടേക്ക് വരുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തയായി പ്രചരിക്കുന്നത്. ബോളിവുഡ് താരമായ പ്രിയങ്ക ചോപ്ര, നമുക്കറിയാം, വലിയ തോതിൽ സമൂഹ ശ്രദ്ധ നേടുന്ന, മാധ്യമ ശ്രദ്ധ നേടുന്ന ഒരു താരമാണ്. ഒരു ബ്രാൻഡ്, വലിയൊരു ബ്രാൻഡായി അവർ മാറിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു പുതിയ കണക്കുകളനുസരിച്ച് ആരും ഞെട്ടണ്ട, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് സെലിബ്രിറ്റിയായി പ്രിയങ്ക ചോപ്ര മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിസ്റ്റ് പ്രകാരം ഏതാണ്ട് 5,32,000 US$, അതായത് ഏതാണ്ട് 5,10,00,000 കോടി രൂപയാണ് പ്രിയങ്ക ചോപ്ര ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനായി വാങ്ങുന്നത് എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സെലിബ്രിറ്റികളുടെ ആഗോള പട്ടികയിൽ 29ാം സ്ഥാനത്താണ് ഇപ്പോൾ പ്രിയങ്ക ചോപ്രയുള്ളത്. 92.8 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ പ്രിയങ്കയെ പിന്തുടരുന്നത്. പോസ്റ്റുകളും വരുമാനവും ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ പ്രൊമോഷനുകൾക്കും ഒരേ നിരക്കല്ല ഈടാക്കുന്നത്. പോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് തുകയിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ഏതായാലും
ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബ്രാൻഡ് കൊളാബറേഷനാണ് ഏറ്റവും വലിയ ബിസിനസ് ഡീലുകളായി വരുന്നത്. ഇതിലൂടെ സെലിബ്രിറ്റികളുടെ പ്രൊഫൈലിലും ബ്രാൻഡ് പ്രൊഫൈലിലും ഒക്കെ ഒരേ സമയം പോസ്റ്റ് പങ്കുവെക്കപ്പെടുകയാണ്. അവിടെയാണ് പ്രിയങ്ക ചോപ്ര വലിയ വരുമാനമുണ്ടാക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെടുന്നത്. ഇപ്പോൾ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലെത്തിയ പ്രിയങ്ക ചോപ്രയും ഭർത്താവും ഗായകനുമായ നിക് ജോനാസും മകൾ മാർട്ടി മേരിയും ഒക്കെ എത്തിയിരുന്നു. വിമാനത്താവളത്തിൽ കുടുംബം പുറത്തേക്ക് പോകുന്നതിൻ്റെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഇപ്പോൾ രാജമൗലിയുടെ പുതിയ സിനിമയിൽ പ്രിയങ്ക ചോപ്ര അഭിനയിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു വലിയ പ്രോജക്റ്റാണ് ഇത്. രാജമൗലിയുടെ പുതിയ ചിത്രമായ വാരണാസിയുടെ ചിത്രീകരണത്തിൽ അത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. US താരം താമസിക്കുന്നത്. അത് അവരുടെ ഭർത്താവും അമേരിക്കൻ സ്വദേശിയാണ്. US നിന്ന് ഇന്ത്യയിൽ എത്തുമ്പോഴൊക്കെ എപ്പോഴും വലിയ മാധ്യമ ശ്രദ്ധയും വലിയ തോതിലുള്ള ആരാധകരുടെ കൂട്ടവുമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ചൈനയെ പേടിച്ച് വിദേശ റോബോട്ടുകളെ വിലക്കുകയാണ് US എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ദേശീയ സുരക്ഷയും സൈബർ സുരക്ഷാ ഭീഷണികളൊക്കെ മുൻനിർത്തിയാണ് വിദേശ നിർമ്മിത റോബോട്ടുകൾക്ക് ഒക്കെ പവർ ഇൻവെർട്ടറുകൾക്കും അമേരിക്ക വിലക്കേർപ്പെടുത്തുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. US ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഹ്യൂമനോയിഡ് ഒപ്പം 4 കാലുള്ള റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള വികസിത റോബോട്ടുകളുടെ ഇറക്കുമതിക്ക് നിരോധനം ബാധകമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ ഭീഷണികൾ ഒഴിവാക്കാനും രാജ്യത്തിനുള്ളിലെ റോബോട്ടിക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ഈ നടപടി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഈ അടുത്ത കാലത്തായി ചൈനയാണ് ഇത്തരം റോബോട്ടുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ചൈനയിൽ നിരവധി റോബോട്ടുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ്. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈയിടെ മൈക്കൽ ജാക്സന്റെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന ഈ ഫൈറ്റുകളിലൊക്കെ പങ്കെടുക്കുന്ന ചൈനീസ് റോബോട്ടുകൾ വലിയ തോതിൽ വൈറലായിരുന്നു. ലോകത്തെ പ്രമുഖ പവർ ഇൻവെർട്ടർ നിർമ്മാതാക്കളായ സങ്ഗ്രോയുടെയും കരിമ്പട്ടിയിൽപ്പെടുത്തിയ വാവയുടെയും ആസ്ഥാനം ചൈനയിലാണ്. സോളാർ പാനലുകളിലും മറ്റ് പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. അമേരിക്കക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണത്തിനും സുപ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് തടസ്സം സൃഷ്ടിക്കാനും ഇത്തരം റോബോട്ടുകൾ ഉപയോഗിച്ചേക്കാം എന്നാണ് അമേരിക്കയുടെ സംശയം. അതുമാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക കാണുന്നത്. തുടർന്നാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. മാത്രമല്ല, ഇവയുടെ നിർമ്മാണം അമേരിക്കയിലേക്ക് മാറ്റുക പൂർണ്ണമായും എന്നുള്ള ലക്ഷ്യവും ഇപ്പോൾ ആ രാജ്യത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ 5G ഉപഭോക്താക്കളുടെ എണ്ണം യൂറോപ്പിലെ ആകെ ജനസംഖ്യയ്ക്കൊപ്പം എത്തിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു. യൂറോപ്പിലെ ആകെ ജനസംഖ്യയ്ക്ക് തുല്യമായ 50 കോടി ആളുകളിലേക്ക് ഇന്ത്യയിൽ 5G ഇതിനകം എത്തിക്കഴിഞ്ഞു. 2030 ഇന്ത്യയിൽ 100 കോടി ആളുകളിലേക്കും 5G എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് നിരക്കുകളിൽ 97% കുറവുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇനിയിപ്പോൾ 6G സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ ലോകത്തെ നയിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ITU 3GPP എന്നിവയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ചട്ടക്കൂട്ടിൽ രാജ്യം പങ്കാളിയാകുന്നുണ്ട് എന്നും സിന്ധ്യ വ്യക്തമാക്കുകയാണ്. അത് മാത്രമല്ല, മധ്യപ്രദേശ് കേന്ദ്രീകരിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ സ്പെക്ട്രം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സ്പെക്ട്രം ഡിവൈസ് ടെക്നോളജി ആപ്ലിക്കേഷൻ തുടങ്ങി 7 പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പുകൾ വഴിയാണ് ഭാരത് 6G അലയൻസ് പ്രവർത്തിക്കുന്നത്. അലയൻസിലെ അംഗങ്ങളായ സംഘടനകൾക്ക് 5G 6G സാങ്കേതിക വിദ്യകളായി 7700-ലധികം പേറ്റന്റ് അപേക്ഷകളുണ്ട്. അതിൽ 4400 അപേക്ഷകളും ഉൾപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രാൻഡ് മൂല്യത്തിൽ കുതിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രീമിയർ ലീഗ്. 14% വർധനയോടെ ഏകദേശം 1.97 ലക്ഷം കോടിയാണ് IPL മൂല്യമായി ഇപ്പോൾ കണക്കാക്കേണ്ടത്. ആദ്യമായാണ് ഈ മൂല്യം $20 മില്യൺ കടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ലീഗായി IPL മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 1.76 ലക്ഷം കോടിയായിരുന്നു മൂല്യം. ഇപ്പോൾ 2 ഫ്രാഞ്ചൈസികൾ വമ്പൻ തുകയ്ക്ക് വിൽപ്പനയായതാണ് പ്രധാനമായും ഈ മൂല്യത്തിൽ വലിയ വർധനമുണ്ടാകാൻ കാരണമായത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 17,000 കോടി രൂപയ്ക്കാണ് വിറ്റത്. രാജസ്ഥാൻ റോയൽസിനെ 15,783 കോടി രൂപയ്ക്കാണ് വിൽപ്പന നടന്നത്.
ഇതോടുകൂടി IPLന്റെ ബ്രാൻഡ് മൂല്യം കുതിച്ചുയരുകയായിരുന്നു. ടീമുകളിൽ മൂല്യത്തിൽ RCB തന്നെയാണ് മുന്നിൽ. 2983 കോടി രൂപയാണ് RCBയുടെ മൂല്യം. മുംബൈ രണ്ടാമതാണ്, 2525 കോടി. മൂന്നാമത് കൊൽക്കത്തയാണ്, 2343 കോടി. അങ്ങനെ IPLന്റെ ആഗോള ബ്രാൻഡിങ്, ആഗോള വരുമാനം, പല തലങ്ങളിലുള്ള വരുമാനമൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഓരോ വർഷം കൂടുന്തോറും മൂല്യം വർദ്ധിക്കുകയും അടുത്ത് തന്നെ 2 ലക്ഷം കോടിയിലേക്ക് IPL എത്തും എന്നുമാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. യൂറോപ്പിനെ വിഴുങ്ങുകയാണ് കാട്ടുതീ. ഇതിനിടയിൽ 2 ഗ്രീക്ക് അഗ്നിശമന സേനാംഗങ്ങൾ മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തെക്കൻ യൂറോപ്പിലുണ്ടായ ഈ കാട്ടുതീയിലാണ് ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പല മേഖലകളിലേക്കും കാട്ടുതീ വല്ലാതെ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുമാത്രമല്ല, മാഡ്രിഡ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കാട്ടുതീ വ്യാപിച്ച് പോവുകയാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം വനഭൂമി ഇതിനകം തന്നെ കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പല പട്ടണങ്ങളിലേക്കും കാട്ടുതീ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിർണായകമാണ്. കാട്ടുതീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ കാര്യമായി പുരോഗമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ കാട്ടുതീ അണയ്ക്കാൻ ഇറങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നത്. നമുക്കറിയാം, ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റോനിയോയ്ക്ക് US പ്രസിഡന്റ് ട്രംപുമായുള്ള വലിയ ആത്മബന്ധം. ഈ ലോക ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിൽ ട്രംപ് പറഞ്ഞതനുസരിച്ച് അമേരിക്കൻ താരത്തിൻ്റെ റെഡ് കാർഡ് മാറ്റാൻ പോലും ഫിഫ തയ്യാറായി എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് ഉയർത്തിയത് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ UEFA ആണ്. അന്ന് പക്ഷേ അതിൽ നിന്ന് ഫിഫ പിന്മാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ഔദ്യോഗികമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇൻഫന്റീനോ. അത് 40,000 കോടി രൂപ മൂല്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഷെയർ ആർക്ക് വേണമെങ്കിലും വാങ്ങാം എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് വാങ്ങാൻ ആദ്യം രംഗത്തുള്ളത് ട്രംപിൻ്റെ അടുത്ത ബന്ധുവാണ് എന്നുള്ളതാണ് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഫിഫയുടെ പ്രധാന ടൂർണമെൻറ്റുകളുടെ നടത്തിപ്പിനായി ഉപസ്ഥാപനം രൂപീകരിച്ച് അതിൻ്റെ 20% ഓഹരികൾ വിൽക്കാനാണ് ഇപ്പോൾ ഇൻഫന്റീനോയുടെ ശ്രമം. ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസസ് എന്നാണ് ഉപസ്ഥാപനത്തിൻ്റെ പേര്. ഓഹരി വിൽപ്പനയിലൂടെ 420 കോടി, നേരത്തെ പറഞ്ഞ പോലെ 40,000 കോടി രൂപ 40,400 കോടി രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഇൻഫന്റീനോയ്ക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഇപ്പോൾ ഏതാണ്ട് ഫിഫയ്ക്ക് ഉള്ള മൂല്യം ഒന്ന് പറഞ്ഞ് 1.292 ലക്ഷം കോടി രൂപയാണ്. ഇത് കണക്കാക്കിയാണ് ഈ വിൽപ്പന മുന്നോട്ട് വെക്കുന്നത്. US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പ് വലിയ വിജയമായിരുന്നു എന്നുള്ള കണക്കുകൂട്ടലാണ് ഇൻഫന്റീനോയ്ക്കുള്ളത്. ഈ വിജയം തുടരേണ്ടതുണ്ട് എന്നാണ് ഇൻഫന്റീനോ പറയുന്നത്. പക്ഷേ ഇൻഫന്റീനോയുടെ നീക്കത്തെ പ്രധാനമായും പിന്തുണയ്ക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. ജോഷുവ കുഷ്ണർ എന്ന് പറയുന്ന ആൾ മറ്റാരുമല്ല, ട്രംപിൻ്റെ മരുമകൻ ജേർഡ് കുഷ്ണറിൻ്റെ സഹോദരനാണ്. ട്രംപിന് ഈ ഡീലുമായി നേരിട്ട് ബന്ധമുള്ളതായി റിപ്പോർട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം പല ഉപകമ്പനികളും ട്രംപിനുണ്ട്. ട്രംപിൻ്റെ മകൾ ഇവാൻകയുടെ ഭർത്താവാണ് ജേർഡ് കുഷ്ണർ. ഈ കുഷ്ണറുടെ സഹോദരനാണ് ഈ പറഞ്ഞ കക്ഷി. അപ്പോൾ സ്വാഭാവികമായും ട്രംപിനും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പല ലോകരാജ്യങ്ങളും കണക്കുകൂട്ടുന്നത്. ഫിഫയിലെ 37-അംഗ കൗൺസിലിൽ 211 അംഗരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഭൂരിപക്ഷ പിന്തുണ കിട്ടിയാലേ ഓഹരി വിൽപ്പന നടക്കൂ. വേൾഡ് കപ്പ് വിൽക്കാനുള്ള അല്ല എന്ന വിമർശനവുമായി ആദ്യം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫ അതിരുകൾ ലംഘിക്കുകയാണ് എന്ന് UEFA വിമർശിക്കുന്നുണ്ട്. മൂന്നാം കക്ഷികൾക്ക് ഓഹരി പങ്കാളിത്തം കിട്ടുന്നത് ലോകകപ്പ് നടത്തിപ്പിൻ്റെ വിശ്വാസ്യതയും സുതാര്യതയും ബാധിക്കുമെന്നാണ് വിമർശകർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വിൽക്കാൻ ഫിഫയ്ക്ക് പറ്റില്ല എന്നും UEFA വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, UEFAയുടെ അഭിപ്രായം കാര്യമായി തന്നെ ഇൻഫന്റീനോ കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇൻഫന്റീനോയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ അംഗരാഷ്ട്രങ്ങളുടെ സമ്മതമില്ലാതെ, ഭൂരിപക്ഷമില്ലാതെ ഇത്തരമൊരു വിൽപ്പനയ്ക്ക് ഇൻഫന്റീനോയ്ക്ക് സാധിക്കുകയുമില്ല. സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബായ റയൽ മാഡ്രിഡ് ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ്. വരുമാനത്തിൽ വൻ വർധന ഉണ്ടായിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. 2025-26 സീസണിൽ 13,282 കോടി രൂപയാണ് ഇപ്പോൾ വരുമാനമായി കണക്കാക്കേണ്ടത്. മുൻവർഷത്തേക്കാൾ 3.1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നികുതി കഴിഞ്ഞുള്ള ലാഭം 286 കോടിയാണ്. തുടർച്ചയായി 26-ാം വർഷമാണ് മാഡ്രിഡ് ലാഭത്തിലാകുന്നത്. സ്റ്റേഡിയം വരുമാനത്തിൽ ലാഭം 3,949 കോടി രൂപ, സ്പോൺസർഷിപ്പ് ഇനത്തിൽ 5,865 കോടി രൂപ, ടെലിവിഷൻ റേറ്റും പ്രൈസ് മണിയും കൂടി 3,471 കോടി രൂപ. അതുമാത്രമല്ല, ലോകത്താദ്യമായി 100 കോടി യൂറോ വരുമാനം ഉള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബായി കൂടി റയൽ മാഡ്രിഡ് മാറുകയാണ്. ആരാധകർക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ലോകത്തെ പല പ്രമുഖ ഫുട്ബോൾ താരങ്ങളുടെയും തട്ടകം കൂടിയാണ് റയൽ മാഡ്രിഡ് എന്നതുകൂടി ഓർക്കണം.
ഇന്ത്യൻ ക്രിക്കറ്റ് താരം അർഷദീപ് സിംഗിൻ്റെ പുതിയ ഒരു സമ്മതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച. നടിയും മോഡലുമായ സംബ്രീൻ കൗറുമായുള്ള തൻ്റെ പ്രണയബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അർഷദീപ് സിംഗ്. ആഴ്ചകൾ നീണ്ട ഗോസിപ്പുകൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിലാണ് തൻ്റെ പ്രണയം അർഷദീപ് വെളിപ്പെടുത്തിയത്. IPL 2026 സീസണിനിടയിലാണ് അർഷദീപ് സിംഗും സംബ്രീൻ കൗറും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ അർഷദീപ് ഒരു യുവതിയുടെ കൈപിടിച്ച് നിൽക്കുന്ന സ്നാപ്ചാറ്റ് ചിത്രം വൈറലായതോടെയാണ് ആരാധകർക്കിടയിൽ ഇത്തരം സംശയം വന്നത്. ആ യുവതി സംബ്രീൻ കൗർ ആണ് എന്നുള്ളതായിരുന്നു ആരാധകരുടെ ഒരു സംശയം. ഈ ചിത്രങ്ങളിലെ ടാറ്റുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ സംബ്രീൻ്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് ആരാധകർ ഈ പ്രണയം കണ്ടെത്തിയത്. പിന്നീട് പഞ്ചാബ് കിങ്സിൻ്റെ മത്സരങ്ങൾ കാണാൻ സംബ്രീൻ സ്ഥിരമായി സ്റ്റേഡിയങ്ങളിൽ എത്തിയതോടെ ഗോസിപ്പുകൾക്ക് വീണ്ടും ആക്കം കൂടി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലും ചണ്ഡീഗഡിലെ മത്സരങ്ങളിലും പഞ്ചാബ് ടീമിനായി സംബ്രീൻ എത്തിയിരുന്നു. മത്സരങ്ങളിലെ സാന്നിധ്യം സ്റ്റേഡിയത്തിന് പുറത്ത് പലരുടെയും ക്യാമറകൾ പതിഞ്ഞത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അപ്പോഴൊന്നും ഇരുവരും ഈ കാര്യം സമ്മതിച്ചിരുന്നില്ല. നേരത്തെ പ്രശസ്ത യൂട്യൂബർ ആശിഷ് ചഞ്ചലാനിയുമായി പ്രണയത്തിലാണ് സംബ്രീൻ എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്നിവർ വ്യക്തമാക്കുകയുണ്ടായി. വ്യക്തിപരമായ കാരണങ്ങളാൽ തങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ വന്നുവെങ്കിലും പരസ്പരം ബഹുമാനം പുലർത്തുന്നുണ്ടായെന്നൊക്കെ സംബ്രീൻ പിന്നീട് വെളിപ്പെടുത്തി. ഏതായാലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഇപ്പോൾ അർഷദീപ് വെളിപ്പെടുത്തിയതോടെ ഇതിനിടയിലുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണ് അർഷദീപ് തൻ്റെ ജീവിത പങ്കാളിയെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. സംബ്രീനൊപ്പമുള്ള 2 ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. മൈ പേഴ്സൺ എന്നാണ് അടിക്കുറിപ്പ് നൽകിയത്. ആദ്യമായാണ് അർഷദീപ് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പ്രതികരിക്കുകയും മറ്റും ചെയ്യുന്നത്. ജമ്മു കാശ്മീർ സ്വദേശിനിയാണ് ഇവർ. അതിനുശേഷം നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മോഡൽ, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പ്രശസ്തയാണ് സംബ്രീൻ കൗർ. ഏതായാലും 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.